ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലേക്ക് ഭഗവാൻ ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ പറയുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഭക്തരാരാണ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പലർക്കും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവനാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കൃഷ്ണൻ, കൃഷ്ണൻ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൃഷ്ണന് ഇന്നെന്ന ആളുകൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റുള്ളവരുള്ളൂ എന്ന് പറയുന്ന ആ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ ഈ PSCയിലൊക്കെ ലിസ്റ്റ് കയറി കൂടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ ഭഗവാൻ കൃഷ്ണൻ്റെ ലിസ്റ്റിൽ നമ്മളൊന്ന് കയറി കൂടിയിട്ടുണ്ടോ എന്നൊന്ന്, കയറിയിട്ടില്ല എങ്കിൽ ഇനി ഈ ലിസ്റ്റിൽ കയറാൻ പറ്റില്ലേ? കയറാൻ പറ്റും. അപ്പോൾ ഈ ലിസ്റ്റിൽ എങ്ങനെയാണ് കയറുക? അപ്പോൾ ഇപ്പം ലിസ്റ്റിലുള്ളത് ആരൊക്കെയാണ്? ഭഗവാന്റെ ലിസ്റ്റിലുള്ളത് ആരാണ്? എനിക്ക് പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് ആരാണ്? ഒന്നാമത്തെ ആളുകളെ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം. സർവഭൂതാനാം, ഭൂ എന്ന് പറഞ്ഞാൽ സത്തായാം, ഉണ്ടായത്, അല്ലാതെ പ്രേതഭൂത പിശാച് എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ഒരു ഭൂതത്തെക്കുറിച്ചല്ല. ആ ഭൂതങ്ങളൊക്കെ ഉള്ളതാണ്. ഭൂതങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂതങ്ങളുണ്ട്. എന്താണ് ഭൂതം? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചമഹാഭൂതങ്ങൾ, അതിൻ്റെ ചേരുവയായി കാണുന്ന എല്ലാം. അതുകൊണ്ട് ഇതെല്ലാം ഭൂതങ്ങളാണ്. ഭവിച്ചതെന്തോ അതൊക്കെ ഭൂതം, അതാണ് ഭൂസത്തായ. അപ്പോൾ സർവഭൂതാന, പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ. ഇപ്പോൾ സർവഭൂതാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദിവസം പതിവായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന വഴിയുണ്ട്. ആ വഴിയിൽ ചില കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അല്ല, ആ വഴിയിൽ ഒടിഞ്ഞു നിൽക്കുന്ന ചില പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചിലതുണ്ട്. അതിനെ കാണുമ്പോൾ പോലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലും ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്താ? സർവഭൂതാനാം. കേവലം ജീവജാലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളോടും നിങ്ങൾക്ക് എന്തുണ്ടാകരുത്? ദേഷ്യം ഉണ്ടാകരുത്. സർവഭൂതാനാം അദ്വേഷ്ട, ദ്വേഷമില്ലാത്ത ഭാവമായിരിക്കും എല്ലാറ്റിനോടും. ഇനി നമുക്ക് ദേഷ്യം ഉണ്ടെന്നിരിക്കട്ടെ ഉള്ളിൽ, എന്തിനോടെങ്കിലുമൊക്കെ. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്തൊരു എന്താ പറയുക, ഒരു ചവിട്ടായിരിക്കും. ആരാ ഇത് ഇവിടെ കൊണ്ടുവച്ചതെന്ന് പറയും. എടുത്തൊരു ഏറ്. വളരെ ഉപകാരമുള്ള സാധനങ്ങളാണ്, പക്ഷേ കാലുകൊണ്ടൊരു ചവിട്ട്, അല്ലെങ്കിൽ എടുത്തൊരു ഏറ്. എടുത്ത് മര്യാദയ്ക്ക് വെക്കടാ ഇതൊക്കെ എന്ന് പറയുക. ഇവൻ കുട്ടികളുടെ പുസ്തകമായിരിക്കും, പഠിക്കുന്ന പുസ്തകമോ ബാഗോ. നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സാധനം ഇവിടെ കാണരുത്, ഇവിടെ വെക്കരുതെന്ന്. പിന്നെ ഇവനെ ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അവൾ. അപ്പോൾ ഇതൊക്കെ എന്താ? കാണുമ്പോൾ ദേഷ്യം വരാൻ കാരണം തനിക്ക് എന്തോ ഉണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഒന്നിനോടും അങ്ങനെ അതിനാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്നത്. അതാണ് വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചമാണ്. മിത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മിത്രമായിട്ടുള്ളവൻ. അല്ലാതെ ഈ ചില മിത്രങ്ങളുണ്ട്. ഇപ്പോൾ ആധുനിക മിത്രം വേറെ, ഈ മിത്രം വേറെ. അപ്പോൾ ആധുനിക മിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. സർവഭൂതാനാം, ആ മിത്രത്തോടും ഈ മിത്രത്തോടും സകല മിത്രങ്ങളോടും ഒരു ദ്വേഷവും വേണ്ട. അവർ നിങ്ങളെ ദ്വേഷിച്ചോട്ടെ, അത് അവരുടെ പ്രശ്നമാണ്. പക്ഷെ നമുക്കെന്ത് തീരുമാനിക്കാം? എനിക്ക് ശത്രുക്കളില്ല. അപ്പോൾ ഞാൻ അദ്വേഷ്ട സർവഭൂതാനാം. ശ്രദ്ധിക്കണം, പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം, വ്യക്തികളെ വിമർശിച്ചുകൂടാ. ആ പ്രവൃത്തിയെ നമുക്ക് പറയാം, നോക്കൂ, നിങ്ങൾ ഈ ചെയ്തത് എനിക്ക് എന്തോ ദഹിക്കുന്നില്ല, എനിക്ക് പിടിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ എനിക്ക് വെറുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ചെയ്തികളെ എനിക്ക് വെറുക്കാം. വെറുപ്പ് ഉളവാക്കുന്നുണ്ട്. കാലക്രമേണ നിങ്ങളെയും ഞാൻ വെറുത്തു പോവുമോ എന്നൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായിരിക്കണം നമ്മുടെ നിലപാട്. അല്ലെങ്കിൽ നമുക്ക് ആരോടാണോ നമുക്ക് അത് കൃത്യമായിട്ട് ഇതിന് രണ്ടായിട്ട് തന്നെ പറയാൻ പറ്റണം. നിങ്ങളുടെ പ്രവൃത്തി, അത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മളത് സൂക്ഷിക്കണം. അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാവാം, ഭർത്താവാകാം. അമ്മയോടും പറയാം, അച്ഛനോടും ഒക്കെ പറയാം. അമ്മയെ എങ്ങനെയാണ് വിമർശിക്കുക, അമ്മയെ നിരാകരിക്കുക, അമ്മയെ പൂർണ്ണമായിട്ട് അവഗണിക്കുക,
ബഹുമാനമില്ലാതെ അതൊന്നും സാധ്യമല്ല. അതൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരു സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. അത് അമ്മ വിളക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതിൽ അപ്പുറത്ത് അമ്മയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണല്ലോ, അതുണ്ട്. പക്ഷേ ഞാൻ എന്താണെന്നറിയോ, അമ്മയെ അല്ല വിമർശിക്കുന്നത്. അമ്മ ഈ ചെയ്ത ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഇന്നെന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ഇതിനെ മാത്രമാണ് വിമർശിക്കുന്നത്, അമ്മയെ അല്ല. രാഷ്ട്രീയക്കാർ കണ്ടിട്ടില്ലേ, മാതൃകയാണ് അവർ പലരും. കാരണം അവർ വളരെ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നവരാണ്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ, പലരും പറയാറുണ്ട്, ഈ രാഹുൽ ഈശ്വർ സ്വാമിയെ ശരിക്കും കണ്ടാൽ നിങ്ങൾ തല്ലുണ്ടാക്കുക. അയ്യോ പാവ, അങ്ങനെ യാതൊരു ഇതുമില്ല. രാഹുൽ ഈശ്വറിന് പേഴ്സണലായിട്ട് നമ്മളെ വലിയ ബഹുമാനവും കാര്യമൊക്കെയാണ്. ഇവർ വന്ന കാല് പിടിക്കുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ലേ, പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുക, അത് ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തതൊന്നുമില്ല, അതാരുമായിട്ടും ഇല്ല. ആരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കാഴ്ചയിലോ ഇതിലോ ആരാണെങ്കിലും നിങ്ങൾ പരീക്ഷിച്ചോളൂ. നമ്മളൊരു കോഴിക്കോട്ടുകാരനാണ് സർവോപരി. കോഴിക്കോട്ടുകാരെ അങ്ങനെയാണ്, ഞങ്ങൾ അടിസ്ഥാനമായിട്ട് ശത്രുത വെച്ച് പുലർത്തുന്നവരല്ല. മലബാറിൻ്റെ ഒരു സവിശേഷതയാണ്. ബാക്കിയുള്ളവരങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു പ്രകൃതം. അങ്ങനെയാണ്, അങ്ങനെ ശത്രുത സൂക്ഷിക്കാൻ അങ്ങനെ ഈ സ്പിരിച്വൽ വാല്യൂസൊക്കെ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. വിയോജിപ്പൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം, അത്ര തന്നെ. പക്ഷേ ശത്രുക്കളാക്കി നമ്മൾ ദ്വേഷം വേണ്ട എന്ന് പറയാം. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടാണ്. ഇത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് സഹജമായിട്ട് വന്നു ചേരുന്നത് വലിയ അനുഗ്രഹം എന്ന് പറയാം. അത് നമ്മുടെ എന്താ പറയുക, കൂടെയുള്ളവരുടെയും എല്ലാം കൂടെയൊക്കെ അത് വന്നു ചേരുമ്പോൾ അത് അങ്ങനെയൊക്കെ വരും ആയിരിക്കാം. അതല്ലാതെ പിന്നെയുള്ളത് നമ്മുടെ വകതിരിവാണ്, നമ്മുടെ തിരിച്ചറിവാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അനാവശ്യമായി ദ്വേഷം വയ്ക്കേണ്ടതില്ല എന്നുള്ളത് ബോധ്യമാവും. അപ്പം സർവഭൂതാന എന്ന് പറഞ്ഞാൽ വ്യക്തികളോട്, നമ്മുടെ ആളുകളോട് എന്ന് മാത്രമല്ല, എല്ലാറ്റിനോട് ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവകാരുണ്യം. ഒരു പീഡ, സർവഭൂതാന. അത് ജില്ല തിരിച്ചൊന്നും ആളുകളെ അങ്ങനെ ഉമ്മമാർ ശരിയല്ല ഉമ്മമാർ ശരിയല്ല എന്നൊന്നും പറയണ്ട. പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ നാട് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ. ജനനീ ജന്മഭൂമിഷ്ഠ സ്വർഗാദപികരീയസീന രാമായണം പറയണത്. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് അവനവൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സന്യാസിക്ക് അങ്ങനെ ദേശം കൊണ്ടോ ദേശത്തിൽ കാലത്തിൽ ഇത്യാദികളിലൊന്നും ബന്ധനോ കാര്യങ്ങളോ ഒന്നും പാടില്ല, അങ്ങനെയാണെന്നൊക്കെയാണ് സംഗതിയൊക്കെ ശരിയാണ്. കോഴിക്കോടിനോട് നമുക്കൊരു ഉള്ളതുപോലെ പറയുന്നതിനെന്താ, ചിലതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ആർജിച്ചതുണ്ടേ. ഈ സന്യാസമൊന്നും സ്വീകരിച്ചിട്ട് നമ്മളിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. എന്താണ്? ഫുട്ബോളിനോടുള്ള താല്പര്യം പണ്ട് പഠിക്കുന്ന കാലത്തുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. സിനിമകൾ, നല്ല നല്ല സിനിമകൾ കാണുക എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ആ പഴയ സൗഹൃദങ്ങളിലെ ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, എങ്ങനെയാണ് സ്വാമി സിനിമയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? നമ്മൾ പറഞ്ഞു എല്ലാം കാണാറുണ്ട്. എന്നാൽ ഇന്നത് കാണണം ഒക്കെ പറഞ്ഞാൽ അവർ അഭിപ്രായങ്ങൾ പറയും. സ്ഥലങ്ങൾ പണ്ടേ നമ്മുടെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഊരുവിറ്റൽ. സന്യാസിയുടെ പരിപാടി തന്നെ ഊരുവിറ്റലാണ്. അപ്പം നമുക്ക് തോന്നുന്നത് നമ്മളെ തയ്യാറാക്കുന്നുണ്ട് പലയിടത്തും. കേവലം ആശ്രമത്തിൽ പോയി ഗീത പഠിക്കുന്നതോടുകൂടിയല്ല സന്യാസിയാവുന്നത്. അതിനൊക്കെ ഒരു തയ്യാറെടുപ്പുണ്ട്. അത് വളരെ നേരത്തെ തുടങ്ങും. പല കാര്യത്തിലും നമുക്ക് അത്ഭുതമാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. എന്തിന് നമ്മൾ സംസ്കൃതം പഠിക്കാൻ പോയി എന്ന് നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അതിനോട്ട്. ചെറുതാകുമ്പോൾ എന്താ പറയുക, തുടർന്നും നമ്മൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പുതിയ അമ്പലത്തിൽ ഒരു കൃഷ്ണമാഷുണ്ട്, ഞങ്ങളെ സംസ്കൃതം പഠിപ്പിക്കുക. അത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ്, ആശ്രമത്തിലൊക്കെ ചേരുന്നതിന് മുമ്പ്. പക്ഷേ ചെറിയ കുട്ടികളുടെ കൂടെയാണ് ഞങ്ങൾ അവിടെ പോയിരിക്കുക. അവർക്ക് തന്നെ തോന്നുന്നു ഇതെന്താ
അത്ര വലിയ ആൾക്കാർ വന്നിരുന്നു. മാഷുമായിട്ട് ഞങ്ങൾ നല്ല ചർച്ചകളാണ്. അതും നമ്മുടെ കൂടെ ക്ലാസ്സിൽ വരുന്നത് നമ്മുടെ വീട്ടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ബാലകൃഷ്ണ മേനോനുണ്ട്. അത് വലിയ സംസ്കൃത വിദ്വാനാണ്. അമ്പലത്തിൽ വളയനാട് ക്ഷേത്രത്തിലെ പാട്ടാളിയായിരുന്നു. ഇവരുടെ ടൈറ്റിൽ ശുക്രൻ എന്നൊരു പേരൊക്കെ ഉണ്ട്, ശുക്രാചാര്യൻ. അത് നെഗറ്റീവായിട്ടാണ് ആളുകൾക്ക് തോന്നുമെങ്കിലും ഭയങ്കര പോസിറ്റീവ്. ആരാണാവോ അറിഞ്ഞിട്ട് മൂപ്പരൊരു ശുക്രാചാര്യരാണ്. സൗന്ദര്യലഹരിക്കൊക്കെ ഗംഭീര ഭാഷ്യം ചമച്ച ആളാണ് ബാലകൃഷ്ണൻ. മൂപ്പരുടെ ഒരു മകനുണ്ട് ജയശങ്കർ പൊതുവത്ത്, കഥയൊക്കെ സിനിമ കഥയൊക്കെ എഴുതുന്ന മൂപ്പരുണ്ടാവും നമ്മുടെ കൂടെ. പിന്നെ അമ്പലത്തിലെ ഒരു എക്സൈസ് ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത് അമ്പലത്തിലെ ശാന്തിയാണ്, പാവപ്പല്ല, മരിച്ചു. ഇങ്ങനെ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്രയോ കൊല്ലങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഞങ്ങൾ വൈകിട്ട് പോയ ക്ലാസ്സാണ്. ആ 5 മണിക്കാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആർക്കും, ഇപ്പോഴും ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല, ആർക്കും പോയിരുന്ന് പഠിക്കാം. അന്ന് നമ്മൾ ഈ വഴിയിലൊന്നും അല്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ ഈ പ്രോസസ്സ് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് ഒരു സന്യാസിയെ സംബന്ധിക്കുന്ന കാര്യം മാത്രമല്ല, എല്ലാവരെയും സംബന്ധിക്കുന്നതും നമ്മളെ ഒരു ചെടി ഇങ്ങനെ വളർന്ന് വലുതാവുന്നത് പോലെ ഒരു പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. അവിടെയാണ് ഓരോരുത്തരും രൂപപ്പെടുന്നത്. ആ രൂപപ്പെടലിൽ പല ഘടകങ്ങളും ആ ആളുടെ XOR-Y വേണ്ടുന്ന അനുകൂല ഘടകങ്ങളൊക്കെ ഉരുത്തിരിയുന്ന ഒന്നുണ്ട്. പിന്നെ പലയിടത്തും ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവാം നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇതെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ശത്രുക്കളെ ആയിട്ട് എണ്ണുക എന്നുള്ളത് നമ്മുടെ സൗഹൃദങ്ങളിൽ തന്നെ ഒടുങ്ങാത്ത പകയുടെ കഥ പറയുകയോ അല്ലെങ്കിൽ അവനെ ഇങ്ങനെയാക്കണം കേട്ടിട്ട് തന്നെ ഇല്ല. ഓർഡറാ വിട്ടേക്ക് എന്ന് പറയും ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറഞ്ഞാൽ. അങ്ങനെയാണ്. ഈ മലപ്പുറത്തൊക്കെ ഒരു ശൈലിയുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വണ്ടിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ തമ്മാമിലൊന്ന് ഒരസിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെ ആദ്യം ഉണ്ടാക്കും. പിന്നെ ഒരു കാരണവും വന്നിട്ട് ഒരു വർത്താനം പറച്ചിലുണ്ട്, പോയിനടാ ഇവിടുന്ന് പിത്തന ഉണ്ടാക്കാണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക, കല്ലി കഴിഞ്ഞു എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇന്നത്തെ പോലെ ചേസ് ചെയ്ത് കൊണ്ടുപോയി ഇന്നൊക്കെ എന്തൊരു ദേഷ്യമാണ് ആളുകൾക്ക് എന്നറിയോ. സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് തല്ലി കൊല്ലുകയാണ്. നമുക്ക് തോന്നുന്നു എവിടെയൊക്കെയോ ഈ വല്ലാത്ത ദ്വേഷം. ഒരു പരിചയമില്ല ഉള്ളവരല്ല. ഒരു ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അയാൾ എന്തോ ആലോചിച്ചിട്ട് വണ്ടിയൊന്ന് മുന്നിലേക്ക് ചരിച്ചു വെച്ചു എന്നോ കയറ്റി വെച്ചു. ഇയാൾ ഹോൺ അടിച്ചിട്ട് റൈറ്റിലേക്കുള്ള സിഗ്നലിലാണ്, ഇയാൾക്ക് റൈറ്റ് സിഗ്നലുണ്ട്, പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ലെഫ്റ്റ് സിഗ്നൽ, ഫ്രീ സിഗ്നൽ, പോകാൻ പറ്റിയില്ല. അയാൾ വണ്ടി നേരെ പോകേണ്ട ആൾ അവിടെ നിർത്തി. ദേഷ്യം കൊണ്ട് കയറ്റി ചാവിട്ടി പിന്നെ 1ഉം 2ഉം പറഞ്ഞു അടി. ഇത് മനസ്സിലോർക്കുക. സർവഭൂതാനാം അദ്വേഷ്ട. ചിരിച്ചോണ്ട് ചോദിച്ചാൽ മതി എന്താണ് ചേട്ടാ എന്ന്. ചിരിച്ചു നോക്കൂ നിങ്ങൾ, അവർ ചമ്മും. സർവഭൂതാനാം അദ്വേഷ്ട. നമ്മൾ പരിശീലിക്കണം. അങ്ങനെയുള്ളവരെൻ്റെ ലിസ്റ്റിലുണ്ട്, ഭഗവാൻ പറയണം. അവരെനിക്ക് പ്രിയപ്പെട്ടവരാ. യോ ഭക്ത സമേ പ്രിയാഹ, അവരെനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഒന്നാമത്തത്. രണ്ടാമത്തതോ മൈത്ര, ബെസ്റ്റ് ഫ്രണ്ട്. നേരത്തെ പറഞ്ഞ വിശ്വാമിത്രൻ എല്ലാറ്റിനും ഫ്രണ്ടാണ്, എല്ലാവരുടെയും ഫ്രണ്ടാണ്. വിശ്വത്തിൻ്റെ മുഴുവൻ മിത്രം, പ്രപഞ്ചത്തിന് അവൻ സുഹൃത്താണ്. പരസ്പരം ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പ്രപഞ്ചത്തിലെ സർവ്വഘടകങ്ങളോട്. നിങ്ങൾ അവതാർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കാണണം. OTTയിലൊക്കെ ഉണ്ട്, അത് നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ
ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്ത് വാല്യൂസ് ഉള്ള ഒരു സിനിമയാണ് അവതാർ. ആനിമേറ്റഡ്, കുറേ ആനിമേഷനും അതും ഇതൊക്കെ ഉണ്ട്, അതിൽ ഗ്രാഫിക്സും ഒക്കെ ഉള്ള വലിയ ലോകത്തിലെ പ്രശസ്തമായ ഒരു സിനിമയാണ്. അതിൽ ഇങ്ങനെ ഒരു പ്ലഗ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് കണക്ട് ചെയ്യുന്നതാണ്. കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ കുതിരയായിട്ട് ഇണങ്ങുന്നതിനുള്ള നമ്മൾ ആളുകളോട് പറയാറുണ്ട്, നമ്മുടെ ഹിമാലയ യാത്ര, കൈലാസ യാത്ര പ്രത്യേകിച്ച്, നിങ്ങൾ ആദ്യം തന്നെ ഈ കുതിരയെ നമുക്കത് നറുക്കെടുക്കുക ചെയ്യാം. ഇന്ന കുതിരക്കാരൻ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ രീതി അങ്ങനെയാണ്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എല്ലാവരുടെ പേര് അതിലിട്ടിട്ട് ഒരാൾക്കിൽ നറുക്കെടുക്കുക. അപ്പോൾ നമ്മൾ പോയിട്ട് എടുക്കുന്നു. അപ്പോൾ എടുത്ത് ആ പേര് വായിക്കുന്ന കുതിരയും കുതിരക്കാരനുമാണ് നമ്മുടെ കുതിര. അതാണ്. അപ്പോൾ നമ്മൾ ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ കുതിരയെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്നെ കൊണ്ടുപോയി തള്ളിയിടും, ഇങ്ങനത്തെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആദ്യമേ ആളുകളെ നമ്മളിത് ബ്രീഫ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, ഇതെല്ലാം പരമശിവൻ്റെ ശ്രീപാർവതിയുടെ ആൾക്കാരാണ്. അപ്പോൾ അവരെ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ ആ മാനസികാവസ്ഥയിലാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, കുറച്ച് കഴിഞ്ഞാൽ മറന്നും പോകും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് നേരെ കയറുക എന്നുള്ള പരിപാടിയല്ല. ആ കുതിരയുടെ ഈ താടിയുടെ ഇവിടെയും തലയുടെ നേരെ പിറകിലുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞ്, മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് ചൊറിഞ്ഞൊക്കെ കൊടുത്ത്, എടാ കുട്ട, നീയാണ് എൻ്റെ കൂടെ വരുന്നത്, മോനേന്നോ അതിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം. നേരെ തന്നെ പോയിട്ട് കെട്ടിപ്പിടിച്ച ഒരു ചവിട്ടി ചവിട്ടും. ഒരു മയമുണ്ട് എല്ലാറ്റിനും. അങ്ങനെ മയത്തിൽ അതിനെ ചൊറിഞ്ഞൊക്കെ കൊടുത്ത് അതിനെ ഇതിന് വല്ലാത്ത മണമൊക്കെ ഉണ്ടല്ലോ സ്വാമി, അതിന് മണമുണ്ട്. ആ മണം നിങ്ങളെക്കാൾ നല്ല മണമാണ് എന്തായാലും. ആ മണമൊന്നും അതിനൊരു പ്രശ്നമില്ല. അതൊക്കെ നല്ല വൃത്തിയുള്ള ജീവികളാണ് അതൊക്കെ. അതിൻ്റെ മണം ശരിക്കുള്ള മണമാണ്. നമ്മൾ ആലോചിക്കാറുണ്ട് അതിൻ്റെയൊക്കെ വല്ല ആ ഫ്രാഗ്രൻസിലൊക്കെ സ്പ്രേ ഉണ്ടാക്കണമെന്നു. കുതിരയുടെ, ആനയുടെ, പശുവിൻ്റെ നല്ല ഭാവിയിൽ അതൊക്കെ വരും. പൂച്ച, ഇതൊക്കെ ഒരു മണമുണ്ട് നല്ല. ആ മണം അത് മനസ്സിലാക്കിയാൽ അത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് വെറും ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്പ്രേയോ അതൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടത്. അതൊക്കെ തകരാറുള്ള സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേയൊക്കെ നേച്ചുറലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും മൂക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിയാൻ ഈ വൈവിധ്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇവന്മാരെ ഇതിനെയൊക്കെ ഒന്ന് ചൊറിഞ്ഞൊക്കെ കൊടുത്ത് 2 തട്ടൊക്കെ തട്ടി, മോനെ ഉഷാറല്ലേ എന്നൊക്കെ പറഞ്ഞ് തട്ടിയിട്ട് അതിൻ്റെ കണ്ണിലൊക്കെ ഒന്ന് നോക്കി കയറുക. കുറച്ച് ദൂരമൊക്കെ നടന്നു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ അതിനെ ഒന്ന് ഒരു താങ്ക്സ് ഒക്കെ പറയണം. ഈ അവതാർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇതും ഈ പറയുന്ന ആളുടെ ആദ്യം അതിൻ്റെ മുകളിൽ നിന്നൊക്കെ തെറിച്ച് വീഴും. പിന്നെ ഇതിനെ കണക്ട് ചെയ്യുന്നത് പ്ലഗ്, മെയിൽ അഡാപ്റ്റർ ഫീമെയിൽ അഡാപ്റ്റർ കയറ്റുന്നത് പോലെ. അങ്ങനെ അപ്പോഴാണത് അതിൽ ഉടനീളം കാണിക്കുന്ന വലിയൊരു മെസ്സേജാണ് ഈ താതാത്മ്യപ്പെടൽ. ഇതിൽ നിന്ന് അന്യമായി നിൽക്കുക, പ്രകൃതിക്ക് അന്യനാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു വിശ്വാമിത്രനാവാൻ പറയുക നമ്മളോട്. ഈ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ 15,000 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു താടിക്കാരൻ എന്നല്ല. ഇന്നും നമുക്ക് വിശ്വാമിത്രനാവണം. നമ്മുടെ ഗോൾ അതായിരിക്കണം. വിശ്വത്തിന് മുഴുവൻ മിത്രനാവാൻ നമുക്ക് സാധിക്കണം. അവർക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ ഒരു സ്നേഹം തോന്നും ഓരോന്നിനോടും. ദൂരെ നിന്ന് സ്നേഹിച്ചാൽ മതി. ചിലതിനെയൊന്നും നിങ്ങൾ കണ്ണിൽ നോക്കാൻ പാടില്ല, ചിലതിന് അങ്ങനെയുണ്ട്. നമ്മൾ ഈ അടുത്ത US നിന്ന് വരുമ്പോൾ ഈ ലിഫ്റ്റിൽ ഒരു സർവീസ് ഡോഗ് അത് കയറിയിട്ടുണ്ട്, നമ്മളും അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളതിൻ്റെ കണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. കണ്ണിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു. നമ്മളതിനങ്ങനെ നോക്കിയപ്പോൾ കണ്ണിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിനങ്ങനെയാണ്, കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞ്, കാരണം നമുക്കത് മര്യാദയ്ക്ക് അറിയില്ലെങ്കിലോ, ഭയപ്പാടൊക്കെയാണ് നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്, ചിലപ്പോൾ അതങ്ങോട്ട് ഇതാവും. പിന്നെ അയാൾക്കാണ് ബുദ്ധിമുട്ട്.
അപ്പം അങ്ങനെയുണ്ട്. ചിലതിന് നമുക്ക് ആ കൃത്യമായ പ്രേമം കണ്ണിലൂടെ അയക്കുന്നില്ല നമ്മളെങ്കിൽ, ഭയപ്പാടൊക്കെ ഉള്ള നമ്മളാണെങ്കിൽ നോക്കരുത്. കണ്ണിലൂടെയാണ് അവർ എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്നുള്ളത് അവർ വായിക്കുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവും, കണ്ണുകളിലൂടെയാണ്. നമ്മളും അങ്ങനെയാണല്ലോ. പ്രേമിച്ചിട്ടുള്ളവർക്കറിയാം. ഒരാണ് ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെ അത് പുരുഷനാ, എന്താ പറയുക, മധ്യവയസ്കനോ യുവാവോ എന്തോ ആവട്ടെ, ആ നോട്ടത്തിലുണ്ട്, പരസ്പര നോട്ടത്തിലുണ്ട്. മറ്റേത് പരിചയമുള്ളതാണെങ്കിൽ നോക്കി ചിരിക്കുമല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കാതെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കണ്ണുകൊണ്ടാണ്. ഹായ് ഹൂയൊക്കെ പിന്നെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും കണ്ണിലൂടെയാണ് കൃത്യമായ വികാരത്തെ സന്നിവേശിപ്പിക്കാൻ, അവരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള കഴിവുള്ളത്. നമുക്കും അതെ, നമുക്കും മൃഗങ്ങളിലേക്ക് അങ്ങനെ അത് സാധിക്കും. അതിന് നമ്മൾ എന്താവണം? ഭയപ്പാടില്ലാത്ത, നിന്നോടൊരു ദേഷ്യമോ ഭയപ്പാടോ എനിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കണ്ണിലേക്ക് നമ്മൾ നോക്കാവൂ. അപ്പോൾ അതിനോടും ഇതേപോലെ തന്നെ നല്ല ആ ഒരു സ്നേഹത്തോടു കൂടിയാണെങ്കിൽ എല്ലാറ്റിനെയും അതെ, എല്ലാ ജീവജാലങ്ങളോടും. ഇത് അതിനെ തൊട്ടി നോക്കി, മാന്തി നോക്കി, നുള്ളി നോക്കി അതിൻ്റെ ആവശ്യമില്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഭാവം, കരുണ, കാരുണ്യം, നിർമ്മമഹ, ഉടമസ്ഥനാകണം എന്ന തോന്നലില്ലായിക, അതിനെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടിലാക്കുക എന്നുള്ള പരിപാടി അല്ല. നല്ലതിനെ കണ്ടാൽ കൊണ്ടുപോവുക. ഹിമാലയത്തിൽ നിന്ന് തന്നെ പൂക്കളൊക്കെ കാണുമ്പോൾ അവിടുന്ന് പറിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക. ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും കാലാവസ്ഥയല്ലല്ലോ ഇവിടെ. നിർമ്മമഹ, മമത്വം ഒഴിഞ്ഞിട്ടുള്ള, നിരഹങ്കാരഹ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ ഇയാളെപ്പോലെ ഇരിക്കും എന്നാണ് നമ്മളെക്കുറിച്ച് ഓരോരുത്തർ പറയുക. ആളുകൾ എന്തും പറഞ്ഞോട്ടെ എന്ന്. അഹങ്കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര, ഞാൻ ചെയ്യുന്നവൻ ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും, അത് വേണ്ടെന്ന് പറയാം. അതുകൊണ്ട് നിരഹങ്കാര, സമദുഃഖ സുഖക്ഷമീ, സുഖ ദുഃഖങ്ങളെ അതിനെ അതുപോലെ കാണുക. സുഖം വരുമ്പോൾ ഹായ് ഹൂയി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി, ദുഃഖം വരുമ്പം പിന്നെ ഞാൻ ഒന്നിനുമില്ല എന്നും പറഞ്ഞ്, അതൊക്കെ വരുമ്പോൾ ഇത്രയുള്ളൂ. എന്നിട്ടോ സതതം സന്തുഷ്ട, എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുക. നമ്മുടെ ഭിക്ഷുഗീത, ഭിക്ഷുവിൻ്റെ രഹസ്യം അതാ. എന്താ മൂപ്പര് പറയണത്? നായം ജനോമേ സുഖദുഃഖഹേതുഹു ന ദേവതാത്മാ ഗൃഹകർമ്മകാലാഹ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് യഥാ. ന അയം ജനഃ സുഖദുഃഖഹേതുഹു, എൻ്റെ സുഖത്തിനും എൻ്റെ ദുഃഖത്തിനും ഹേതു, കാരണക്കാർ ഏതെങ്കിലും ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. എൻ്റെ ഭാര്യയോ ഭർത്താവോ ഇനി അവരുടെ വീട്ടുകാരോ നാട്ടുകാരോ അല്ല. ഇനി ഏതെങ്കിലും ഞാൻ താമസിക്കുന്ന ഗൃഹദോഷമാണോ, ഗ്രഹദോഷമാണോ, കർമ്മദോഷമാണോ, കാലദോഷമാണോ, ഇതൊന്നുമല്ല. നായം ജനോമേ സുഖദുഃഖഹേതുഹു ന ദേവത, ഏതെങ്കിലും ദേവതയാണോ, മരിച്ചുപോയ ഏതെങ്കിലും ആൾക്കാരുടെ ആത്മാവിൻ്റെ കുഴപ്പമാണോ? ഇതെല്ലാം ജ്യോത്സ്യന്മാർ, പണിക്കർ ചേട്ടൻ നിങ്ങളെ, ഇങ്ങനത്തെ പണിക്കന്മാർക്ക് ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അതൊക്കെ പണിക്കർ ചേട്ടന്മാരുടെ ജോലിയാണ്. നമ്മളെ ഇങ്ങനെ ഓരോ ഈ ഉടായ്പ പറഞ്ഞ് നമ്മളിങ്ങനെ പല പൊട്ടത്തരവും പറഞ്ഞ് നമ്മളെ കുഴി ചാടിക്കലാണ് ഇവരുടെ പരിപാടി. അപ്പോൾ
അപ്പം ന ദേവതാത്മാ ഗ്രഹകർമ്മകാല, ഇനി കാലമാണ്, കർമ്മമാണ്, യമകണ്ഠകാലമാണ്, ഈ കാലം എനിക്ക് ഒന്നും ശരിയാവില്ല. മനഃപരം, എൻ്റെ മനസ്സ് തന്നെയാണ് കാരണമാമനന്തി, ഇതിന് മുഴുവനുള്ള കാരണം. സംസാരചക്രം പരിവർത്തയേ യഥാ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണ്? മനയേവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയോഹോ, ബന്ധനത്തിനും മോചനത്തിനും കാരണം മനസ്സ് തന്നെ. അതുകൊണ്ട് സമദുഃഖ സുഖക്ഷമീ, സതതം സന്തുഷ്ട, എപ്പോഴും സന്തോഷവാൻ. അങ്ങനെയുള്ള യോഗി യഥാത്മാ ദൃഢനിശ്ചയ, മനസ്സടക്കം വന്ന് ദൃഢനിശ്ചയം, നിശ്ചയദാർഢ്യമുള്ള, ലക്ഷ്യബോധമുള്ള അങ്ങനെയുള്ള അവൻ മയി അർപ്പിത മനോബുദ്ധി, അവൻ്റെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഗണത്തിലൊക്കെ പെടുന്നവരാരുണ്ട്? യഹ, ആരാണോ? സഹ, അവൻ മേ പ്രിയ, എനിക്ക് പ്രിയപ്പെട്ടവനാ. അപ്പം ഈ ലിസ്റ്റിലേക്ക് ആർക്കൊക്കെ കയറി കൂടാമോ അവരൊക്കെ ഭാഗ്യവാന്മാർ. അവരെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ലിസ്റ്റ് പറയാം, ഇയാളൊക്കെ എൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്, എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. കഴിഞ്ഞോ ലിസ്റ്റ്? ഇല്ല, ലിസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ലിസ്റ്റ് വായിക്കാം. യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈഃ മുക്തോ യസ ച മേ പ്രിയഃ. അടുത്ത ലിസ്റ്റ് എടുത്തു. അപ്പം ആദ്യത്തെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. ആ ലിസ്റ്റിൽ പെട്ട കുറേ ആളുകളുടെ പേര് വായിച്ചു. അടുത്ത ലിസ്റ്റ് എന്താണ്? യസ്മാത് ന ഉദ്വിജതേ ലോകഃ ലോകാത് ന ഉദ്വിജതേ ചയഃ. യസ്മാത്, യാതൊരുവൻ ഹേതുവായി, ലോകഃ ലോകം, ചുറ്റുപാട്, ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ. ഒരുത്തൻ കാരണം നാട് മൊത്തം പ്രശ്നം. അങ്ങനെ ഞാൻ നാട്ടുകാർക്ക് പ്രശ്നക്കാരനാകുന്നില്ലയോ, ഞാൻ ഒരാൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. യസ്മാത് ലോകഃ ന ഉദ്വിജത്. ഇനി ലോകാത് യഹ ച ന ഉദ്വിജതേ, ലോകം യാതൊരാൾക്ക് പ്രശ്നമാകുന്നില്ലയോ. അങ്ങനെയുണ്ട്. ലോകത്ത് പല കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പം എനിക്ക് അതൊരു കുഴപ്പമാകുന്നില്ല. ഇതൊരു സെൽഫിഷായിട്ടുള്ളതല്ലേ സ്വാമി? ഇവിടെ എന്താണ് ഒരു സമൂഹജീവി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വങ്ങളൊക്കെ ഇല്ലേ? അത്തരം അനീതിയോട്, അക്രമത്തോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടേ? വേണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഏറ്റവും നല്ല പ്രതികരണം ഗാന്ധിജിയും വിനോബാജിയും ഒക്കെ പറയുന്ന എന്താണ്? വിനോബാജി പറയും, നമുക്ക് നമ്മുടെ മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി വയ്ക്കാം. എന്നാലോ ലോകം മുഴുവൻ വൃത്തിയായി. ഇത് നമ്മൾ അന്യൻ്റെ അയൽക്കാരൻ്റെ മുറ്റം നേരെയാക്കാൻ നമ്മളെന്തിനു പോകണം? അത് അവൻ നേരെയാക്കാം, അത് അവൻ്റെ കാര്യം. അവനും ഇതുപോലെ തീരുമാനിച്ചാലോ, ഇങ്ങനെ സകലരും തീരുമാനിച്ചാലോ. ഇപ്പോൾ ഉള്ളത് എന്താണെന്നറിയോ? പണ്ട് പുതിയൊരു ക്ഷേത്രത്തിൽ അവിടുത്തെ തന്ത്രി പറഞ്ഞു, നാളെ ഭഗവാന് പാലഭിഷേകമാണ്, അഖണ്ഡ പാലഭിഷേകം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ കുറേ പാല് വേണം. നിങ്ങൾ പാല് കൊണ്ടുവരിക, ദാ ഈ അമ്പല നടയിൽ ഇവിടെ പാത്രം വയ്ക്കുന്നു, വലിയ പാത്രം വെച്ചിട്ടുണ്ട്, അതിലൊഴിക്കുക. അത്രയും. അപ്പോൾ വലിയൊരാൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഈ അഭിഷേകം ചെയ്ത് വരുന്ന പാല് നിങ്ങൾക്ക് പ്രസാദമായിട്ട് എടുക്കാം, ഒരു വീട്ടിൽ കൊണ്ടുപോവാം, ചായ വേണി ചായ വയ്ക്കാം. അപ്പോൾ അത് നല്ലതാണ്. കാരണം അതിങ്ങനെ കല്ലിലൂടെ ഒഴുകി ഇപ്പുറത്തെ കൂടെ വരുന്നു, നല്ലതല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഈ പാത്രത്തിൽ ഒഴിക്കണം. അപ്പോൾ എന്താ അവസാനം പാത്രം ഫുള്ളാണ്. നോക്കുമ്പോൾ എന്താ പാലൊന്നുമില്ല. അപ്പം ആരോ 1-2 പേര് ഒറിജിനൽ പാലൊഴിച്ചു, ബാക്കിയെല്ലാം വെള്ളമായിരുന്നു. ഓരോരുത്തരും വിചാരിച്ചു ഞാൻ എന്തിനാ ഇപ്പം പാലൊഴിക്കുന്നത്, വെള്ളം ഒഴിക്കാമെന്ന്. ഇങ്ങനെയാണ് പലരും വിചാരിച്ചത്. അപ്പം എന്തായി? ഇതാണ് ഞാൻ എന്നിലേക്ക്, അതാണ് ഈ ഭഗവത്ഗീത മഹാഭാരത യുദ്ധം ആന്തരികമാണെന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? ഇത് പുറത്താണ്. എന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. ഇത് ദുര്യോധനും ദുശാസനും ശകുനിമാമനും ഒക്കെ ഇരിക്കുന്ന അവനവൻ്റെ ഉള്ളിലാന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശകുനിയെ 5000 കൊല്ലം പിറകിലാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആർക്കാണോ ഇത് ആന്തരിക യുദ്ധമാണ്, ബാഹ്യയുദ്ധമല്ല എന്ന് കേൾക്കുമ്പോൾ ചൊറിച്ചിലെടുക്കുന്നത് അവർക്ക്. അതല്ല, ഗീത എന്നെക്കുറിച്ചാണ് പറയുന്നത്. എന്നിലെ സംഘർഷങ്ങളാണ്, എൻ്റെ മനസ്സ് തന്നെയാണ് കുരുക്ഷേത്രം. ആ ധർമ്മക്ഷേത്രത്തെ കുരുക്ഷേത്രമാക്കിയത് ഞാൻ തന്നെയാണ്. എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇതിൽ നിന്ന് രക്ഷ കടക്കാൻ എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശാസ്ത്രമാണിതെന്ന് അറിയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലോകാത് യഹാച ന ഉദ്വിജതേ. ലോകം ഒരുവന് ഉദ്വേഗം ഉണ്ടാക്കുന്നില്ലയോ, ഒരുവൻ ലോകത്തിന് ഉദ്വേഗം ഉണ്ടാക്കുന്നില്ലയോ. ഞാൻ ലോകത്തിന് തലവേദനയാവുക, ലോകത്തിൻ്റെ തലവേദന ഞാൻ ഏറ്റെടുക്കുക. അപ്പോൾ ഈ പാല് ഞാൻ മാത്രം എന്തിന് പാൽ ഒഴിക്കണം? അവരൊക്കെ ഒഴിക്കട്ടെ, ആരെങ്കിലുമൊക്കെ ഒഴിക്കട്ടെ, അവരൊക്കെ ഒഴിക്കും. അവരൊക്കെ ധനികരാണ്. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും, ലോട്ടറി കിട്ടട്ടെ എന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു. അവർക്കൊക്കെ ഉണ്ട് ചെയ്യാൻ, നിങ്ങൾക്കൊന്നുമില്ലേ? അവർ 1 ലക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 രൂപ കൊടുക്കുന്നേ. അങ്ങനെയാണ്. സ്വാമിക്ക് പിഷ്കയിൽ നിന്ന് കിട്ടാം, അതൊക്കെ എത്രയോ ആളുകൾ കൊടുത്തോളും. നമ്മളൊക്കെ എന്തിനപ്പോൾ കൊടുക്കണം? സ്വാമിക്ക് കൊടുക്കാൻ വലിയ വലിയ ആൾക്കാരുണ്ട്. യൂസഫ് അലി ഉണ്ട്, പിന്നെന്താ എന്താ അംബാനി ഉണ്ട്, അദാനി ഉണ്ട്. പേരുകളൊക്കെ ഇവരുടെ അടുത്തുണ്ട്. നമ്മളൊക്കെ എന്ത് കൊടുക്കാം? നമ്മളൊക്കെ കൊടുത്താൽ ഇങ്ങനെയുള്ള ഉടായ്പ എല്ലാറ്റിലും നമ്മൾ അങ്ങനെയല്ല. അത് ഉത്തരവാദിത്വം. അതാണ് എസ്കേപ്പിസം എന്ന് പറയുന്നത്, ഒളിച്ചോട്ടം. പിന്നെ എനിക്ക് കുറേ ചിലവുകളുണ്ട്. അപ്പം നമുക്ക് ഒരു ദക്ഷിണ തരുന്ന കാര്യമല്ല പറയുന്നത്. അതിലൂടെ നമ്മൾ ഈ കാര്യം പറയുക. എനിക്ക് അതുണ്ട്, ഇതുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ഇപ്പോൾ വയ്യ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഉത്തരവാദിത്വം എല്ലാറ്റിലും നമ്മൾ ഈ ഒരു രീതിയാണ്. എന്നിട്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ തനിക്ക് എല്ലാം തരണം എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ഞാൻ യസ്മാത്, യാതൊരുവൻ ലോകത്തിന് തലവേദനയാവാതെ, ലോകം തനിക്കൊരു തലവേദന ഉണ്ടാക്കാതെ. ഈ ഒരു 2 ഇതിലിപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്ക് ഒന്നിനെയും കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാമി സമൂഹത്തിലെ ഉത്തരവാദിത്വം, ഇതൊരു സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. ഇതല്ലേ ഒളിച്ചോട്ടം? സമൂഹത്തിൻ്റെ ഒരു കാര്യത്തിനോടും നമ്മൾ അല്ലാന്നേ. നിങ്ങളിപ്പോൾ എന്താ പറയുക, മാലിന്യ മുക്ത കേരളം ആ പരിപാടിയിൽ പോയി റാലിയിൽ പങ്കെടുത്തോ, നിങ്ങൾ അതിൻ്റെ ഭാഗമായി പരിപാടികളിൽ പങ്കെടുത്തോ എന്നുള്ളതല്ല ചോദ്യം. എൻ്റെ വീട്ടിലെ മാലിന്യം, ഞാനുമായിട്ട് ബന്ധപ്പെട്ട മാലിന്യം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞാൻ ഏതെങ്കിലും വിധത്തിൽ മാലിന്യം എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നുണ്ടോ? ഞാനത് പൂർണ്ണമായിട്ട് ശപഥം ചെയ്തു കഴിഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങൾ ഏത് സമൂഹത്തിലെ നന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോഴും ഞാൻ ഈ തിന്മയ്ക്കെതിരെ
പ്രതികരിക്കുമ്പോഴും ഞാൻ ഈ തിന്മ എന്നിലൂടെ സമൂഹത്തിൽ ഉണ്ടാവില്ല, ആ പ്രതിജ്ഞ ഞാൻ എടുക്കുന്നു. അത് കൂട്ടമായിട്ടും എടുക്കാം, അല്ലാതെയും എടുക്കാം. കൂട്ടമായിട്ട് എടുക്കുന്നത് മാതൃകാപരം തന്നെയാണ്. ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെ ഒരു കൂട്ടമായ പ്രതിജ്ഞ എടുക്കല. സമയവും സന്ദർഭവും ഉണ്ട് ചെയ്യാം. അതിനേക്കാൾ ഉപരി നമ്മൾ ആ പ്രതിജ്ഞ നമ്മളിലെടുക്കണം. അപ്പോൾ പ്രശ്നം വിനോബാജി പറഞ്ഞതുപോലെയാണ്, ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെയാണ്. നമ്മുടെ മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ സകല മുറ്റവും വൃത്തിയായി. വിനോബാജി ഖദറിനെ കുറിച്ച് പറഞ്ഞു, എന്തിനാണ് ഞാൻ ഖദർ ധരിക്കുന്നത്? അഴുക്ക് ഉരളുന്നത് എൻ്റെ കർമ്മങ്ങളോടാണ് വിനോബാജി ഖദറിനെ സാദൃശ്യപ്പെടുത്തിയത്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ശങ്കര ഭഗവത്പാദർ പറഞ്ഞു, ചിത്തശുദ്ധിക്കാണ് കർമ്മം. അപ്പോൾ കർമ്മത്തിലെ ദോഷങ്ങൾ കാണുമ്പോൾ ചിത്തത്തിന് ശുദ്ധി, നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റും. എന്താണ്? യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷ ഭയോദ്വേഗൈഃ. സന്തോഷം, കോപം, ഇതിനോടൊക്കെ തന്നെ ഭയം, മുക്തഃ, ഇതിൽ നിന്നൊക്കെ മോചിതനായിട്ടുള്ളവൻ ആരുണ്ട്? സഹ മേ പ്രിയഃ, എനിക്ക് പ്രിയപ്പെട്ടവൻ, എൻ്റെ ലിസ്റ്റിലേക്ക് അവനും വരും. കഴിഞ്ഞോ ലിസ്റ്റ്? ഇല്ല. നാളെ ലിസ്റ്റിൻ്റെ ബാക്കി ഭാഗം വായിക്കും. നോക്കാം നമുക്ക് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറിക്കൂടാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.